എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് കടലമുട്ടായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചില നാട്ടിലൊക്കെ ഇതിന് കപ്പലണ്ടി മുട്ടായി എന്നും പറയും. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ടും ടേസ്റ്റായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ കടലമുട്ടായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കടലമുട്ടായി വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കടലമുട്ടായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കടലമുട്ടായിക്ക് വേണ്ടിയിട്ട് 3 കപ്പ് കടലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 3 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 500 ഗ്രാം കടലയാണ് എടുക്കുന്നത്. ഇത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ കടല വറക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. തീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് കളർ മാറിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് ഈ കടലയുടെ തൊലി ഒന്ന് പൊളിച്ച് നോക്കുക. തൊലി നന്നായിട്ട് പൊളിഞ്ഞു വരുമ്പോഴേക്ക് കടല റെഡിയായെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഉടനെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വറുത്ത് വരും. അതിനുശേഷം ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. കേടായ കടലയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കളയാം. ഇനിയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 3 കപ്പ് കടലയ്ക്ക് 1.5 കപ്പ് ശർക്കര എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത ശർക്കരയാണ് 1.5 കപ്പ്. അതായത് എടുക്കുന്ന കടലയുടെ പകുതി അളവിലാണ് ശർക്കര എടുക്കേണ്ടത്. അടുത്തതായിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് കടലയ്ക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 120 മില്ലിയിലും കുറച്ചും കൂടെ കുറവ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് 7 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടിപ്പോയാലും അത് കുറച്ച് സമയം കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ കറക്റ്റ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ശർക്കരയുടെ പാകം ഒന്ന് നോക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ശർക്കര ഒഴിച്ചു കൊടുത്ത് നോക്കണം. ആദ്യം ഒഴിച്ചു കൊടുത്ത ശർക്കര വെള്ളത്തിൽ അലിയുന്ന ഒരു രീതിയിലാണുള്ളത്. രണ്ടാമത് ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്തും അത് വെള്ളത്തിലൊന്ന് പരന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തും കടലമുട്ടായി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് കിട്ടില്ല. 1 മിനിറ്റും കൂടി ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശർക്കരപ്പാനിയുടെ പാകം കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ കടലമുട്ടായി ശരിയായിട്ട് വരുള്ളൂ. മൂന്നാമത് ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ശർക്കര അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഈ സമയത്ത് ശർക്കര നല്ല കല്ല് പോലെയായിട്ട് വരും. ഈ സമയത്ത് നമുക്കിത് സ്റ്റൗവിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു നോക്കാം. ഇതാണ് ശർക്കരയുടെ കറക്റ്റ് പാകം. ഈ സമയത്ത് 2 ഏലക്ക പൊടിച്ചതും കൂടെ ഈ ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് മാറ്റാം. ഇവിടെ ഒരു ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കടലമുട്ടായുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ചപ്പാത്തി പലകയുടെ മുകളിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം ചെറുതായിട്ടൊന്ന് നിരത്തിയതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെയൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ശ്രദ്ധിച്ചൊന്ന് പരത്തിയെടുക്കാം. എല്ലാ ഭാഗവും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ പരത്തിയെടുക്കാം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ആദ്യം കുറച്ചളവിലൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം കൂടുതൽ അളവിൽ ചെയ്ത് നോക്കിയാൽ മതി. ശർക്കരപ്പാനിയുടെ പാകം കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല കടലമുട്ടായി കിട്ടുകയുള്ളൂ. അളവ് കുറച്ച് മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ കടലമുട്ടായി നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ആ ഷേപ്പില്ലാതെ വരുന്ന ഭാഗമൊക്കെ ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം. ബട്ടർ പേപ്പർ ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന സമയമാകുമ്പോഴേക്ക് പൊളിച്ചെടുക്കാം. ഈ സമയത്തും ഈ കടലമുട്ടായിക്ക് നല്ല ചൂടുണ്ട്. അഥവാ ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മളിത് ഉരുട്ടുന്ന റോളറിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താലും മതി. ഒരു കത്തി ഉപയോഗിച്ച് മുഴുവനൊന്ന് ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നതിന് വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് ഇത് നന്നായിട്ട് തണുത്ത് വരും. നല്ലവണ്ണം ചൂട് മാറി തണുത്താൽ മാത്രമേ ഇതുപോലെ പൊട്ടി വരുള്ളൂ. ഇവിടെ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലമുട്ടായി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള കടലമുട്ടായി നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട.
പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.